ചൈനയിൽ നിന്ന് ഒരു ദുഃഖകരമായ വാർത്ത. ഗാൻസും കിങ്ക്വായ് എന്നീ പ്രവിശ്യകളിൽ വൻ ഭൂചലനമുണ്ടായി. 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 100-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. 200-ലധികം പേർക്ക് പരിക്കേറ്റു. വ്യാപക നാശനഷ്ടമുണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ. താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഭൂചലനത്തെക്കുറിച്ച്? ഗുഡ് മോർണിംഗ് എസ്കെയിൻ. ചൈനയിലെ ഗാൻസു കിങ്ഹ്വാ പ്രവിശ്യകളിലാണ് ഇപ്പോൾ വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ചൈനീസ് ഏജൻസിയായ സിൻഹുവ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 111 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 200-ലധികം പേർക്ക് പരിക്കേറ്റു. മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അർദ്ധരാത്രിയോടെയാണ് ഈ ഭൂചലനം ഉണ്ടായത്. അതിൽ കനത്ത നാശനഷ്ടമാണ് പ്രവിശ്യയിലുടനീളം ഉണ്ടായിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി പേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അതുപോലെ തന്നെ ജലവൈദ്യുതി ബന്ധമെല്ലാം തന്നെ തകരാറിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കാര്യമായിട്ടുള്ള സാധ്യമായിട്ടുള്ള എല്ലാ രക്ഷാമാർഗ്ഗങ്ങളും ഉപയോഗിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തനവും ഏകോപിപ്പിക്കണമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നും ഷീ ജിൻപിങ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രവുമല്ല, ചൈനയിൽ ഇപ്പോൾ കൊടും ശൈത്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കെട്ടിടങ്ങൾക്ക് ഇടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടുപിടിക്കുന്നതിനും എല്ലാം തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, ഈ ഒരു മേഖലയിൽ തന്നെ ഈ ഗാൻസു പ്രവിശ്യ എന്ന് പറയുന്ന ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഗാൻസു പ്രവിശ്യയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇതെന്ന് പറയുന്നത് ലോർഡ്സ് പീഠഭൂമിക്കും അതുപോലെ തന്നെ ടിബറ്റിനോടും ചേർന്ന പ്രദേശമാണ്. മംഗോളിയൻ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. മേഖലയിൽ കനത്ത നാശനഷ്ടം, മരണസംഖ്യ ഉയർന്നേക്കും എന്ന ഒരു ആശങ്കയുമുണ്ട്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നേരത്തെയും ഭൂചലനം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഭൂചലനം ഉണ്ടായി. സെപ്റ്റംബറിലുണ്ടായ ഭൂചലനത്തിൽ 60 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. 2022-ലും ഈ ഒരു മേഖലയിൽ ഭൂചലനമുണ്ടായി. 1920-ൽ ഉണ്ടായ ഭൂചലനത്തിൽ 2 ലക്ഷത്തിലധികം പേരാണ് ഈ ഒരു മേഖലയിൽ തന്നെ കൊല്ലപ്പെട്ടത്. എന്തായാലും ചൈനയിൽ ഇപ്പോൾ വൻ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. എസ്കെയിൻ. ഓക്കെ, താങ്ക് യു മെറിൻ മേരി ചാക്കോ.